നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. കാരണം എൻ്റെ ആദ്യത്തെ വീഡിയോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഫിസിക്കൽ വേൾഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതായിരുന്നു ആദ്യത്തെ വീഡിയോ. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി പരീക്ഷയിൽ ചോദിച്ചതാണ്. അന്നേരം നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. കാരണം വേറെ ഒന്നുമല്ല, എന്നെ സംബന്ധിച്ചുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. കാരണം കുറച്ചുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ബിൽഡപ്പ്, ഒരു കോൺഫിഡൻസ് വരും. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയുടെ നമുക്ക് മാക്സിമം യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആയിട്ട് തീർത്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കയറാം. അന്നേരം നിങ്ങൾ നന്നായിട്ട് ഇത് ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതെല്ലാം നന്നായിട്ട് നോക്കുക. എന്നിട്ട് ആ പരീക്ഷയ്ക്ക് ചാപ്റ്റർ വൈസ് ഫുള്ള് പഠിച്ചതിന് ശേഷം എല്ലാ ചാപ്റ്റർ നോട്ട്സും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും എല്ലാം പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോടെ പഠിച്ചിട്ട് പോയാൽ അടിപൊളി. അന്നേരം ഒരു വീഡിയോക്ക് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ആ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, പ്രയോജനമില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അന്നേരം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു ചെല്ലാം. ഓക്കെ, വാ. സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് മൂൺ. സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് മൂൺ. എന്റെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഇത് സിലബസിൽ നേരത്തെ ഉള്ള സിലബസിലൊക്കെ 2 മെത്തേഡ് ഉണ്ടായിരുന്നു. ഈ അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിന്റെ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യാനുള്ള, ആംഗിൾ ഒക്കെ മെഷർ ചെയ്യാനുള്ളത്. ആംഗുലർ മെഷർമെന്റ് ഉണ്ടായിരുന്നു, പാരലാക്സ് മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ സിലബസിൽ പൂർണ്ണമായിട്ട് ആംഗുലർ മെഷർമെന്റ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2 കൽപ്പിച്ചെന്നല്ല, 3 കൽപ്പിച്ചല്ല, 5 കൽപ്പിച്ച് സജസ്റ്റ് മെത്തേഡ് ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് ദി മൂൺ എന്ന് ചോദിച്ചാൽ പാരലാക്സ് മെത്തേഡ് എഴുതിയാൽ മതി. കാരണം മറ്റേ സിലബസിൽ ഇല്ല ആംഗുലർ മെഷർമെന്റ്. പാരലാക്സ് മെത്തേഡ് നേരത്തെ ആംഗുലർ മെഷർമെന്റ് എന്ന് എഴുതിയാലും ഓക്കെ ആയിരുന്നു. ഇപ്പം ഈ മെത്തേഡ് മാത്രമേ സിലബസിലുള്ളൂ. പാരലാക്സ് മെത്തേഡ് ആണ്. സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ദി ഡയമീറ്റർ ഓഫ് ദി മൂൺ. ഒരുപാട് വട്ടം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വെച്ചുള്ള പ്രോബ്ലം ഒക്കെ ഞാൻ ഇന്ത്യൻ ചെയ്യിപ്പിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ പെട്ടെന്ന് തെറ്റിച്ച് പെട്ടെന്ന് മാർക്ക് കളയാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ 0.0080820 ജൂൾ? നമ്മുടെ റൂൾ അനുസരിച്ച് ഇതറിയാം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ വീഡിയോ കാണുമ്പോൾ അറിയാം. ആദ്യത്തത് പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സീറോസ് ഒന്നും നമ്മൾ നോട്ട് ചെയ്യത്തില്ല, ബാക്കിയുള്ള പോലെ നോട്ട് ചെയ്യും. 820. അന്നേരം എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ആൻസർ 3. ഇവിടെ ആൻസർ 5 lakhs. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ക്ലിയർ. ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്ത, which one of the following is a dimensional constant? 4 ഓപ്ഷൻ. Relative error of a measurement, relative density, gravitational constant, strain. ഇതിന്റെ റീസൺ ഞാൻ പറയാം. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഒരു 2 എറർ തമ്മിലുള്ള റേഷ്യോ ആണ്. എന്നിട്ട് അതങ്ങ് ക്യാൻസൽ ആയി പോകും. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും ഈ ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ എപ്പോഴും ക്യാൻസൽ ആയിട്ട് പോകും. സ്ട്രെയിൻ എന്ന് പറയുന്നതിന് ഓൾറെഡി ഡയമെൻഷൻ ഇല്ല. പിന്നെ ആകെ ഉള്ളത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അന്നേരം ആൻസർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന് ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ F = G × m1 m2/r² എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ എടുത്തിട്ട് G = F × ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ F = G × m1 m2/r². നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തിനാണ് അതിൽ നിന്ന് G = Fr²/m1 m2. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡയമെൻഷൻ കിട്ടും. അന്നേരം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. അന്നേരം കോൺസ്റ്റന്റ് ആൻസർ ഇതാണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇത് ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ഈ ഉത്തരം എഴുതും ചിലർ. കാരണം അറിയാം, ക്വസ്റ്റ്യനകത്തൊരു സംഭവമുണ്ട്. Which one of the following is a dimensional constant? എന്നാൽ ചിലർ നോക്കും കോൺസ്റ്റന്റ് എന്നുള്ള വാക്ക് വേറെ 1 ഇല്ല, 2 ഇല്ല, 4 ഇല്ല. എന്നാ പിന്നെ ഇതിരിക്കട്ടെ, നമ്മൾ കൃത്യമായിട്ട് ആ എന്തുകൊണ്ടാ വന്നെന്ന് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, വാ അടുത്തതിലോട്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 3 മാർക്കിനായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിൽ. എന്റെ ഒരു വിശ്വാസം ഇത് 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാം. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചെയ്യുന്ന മാക്സിമം 5 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ കാണുള്ളൂ. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചാൽ അത്യാവശ്യം നന്നായിട്ട് അത് എഴുതണം. നോക്കിയോ,
ക്വസ്റ്റ്യൻ ആണ് ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ബോഡി. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ബോഡി, വെലോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് എ സർക്കുലർ പാത്ത്. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി ബോഡി യൂസിംഗ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. സെൻട്രിപിറ്റൽ ഫോഴ്സിനുള്ള ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. F is equal to mv square by r എന്നാണ്. F is equal to mv square by r. ഇതാണ് ഇക്വേഷൻ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ. ഇത് ഡയമെൻഷൻ, അതായത് തന്നേക്കുന്ന ഫാക്ടേഴ്സ് വെച്ച് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടണം. അവര് പറഞ്ഞിട്ടുണ്ട് ടേക്ക് കോൺസ്റ്റന്റ് k is equal to 1. കെയുടെ വാല്യൂ നമ്മൾ 1 കൊടുക്കാം. അതൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവർക്ക് പോലും ഇത് മനസ്സിലാകുന്ന രീതിയിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളുക. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡിപെൻഡ് ചെയ്യുന്ന ലെറ്റർ എഫ് ആണ്. കാരണം സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഏതൊക്കെ ഫാക്ടേഴ്സിൽ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? മാസ് ഓഫ് ദി ബോഡി, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു മാസ്. ഓക്കെയോ? ഞാൻ ഇങ്ങോട്ട് ശകലോടെ നീക്കിയിടുക. F is proportional to m. ഓക്കെ. അടുത്ത വെലോസിറ്റി. അതായത് F is proportional, സെൻട്രിപിറ്റൽ ഫോഴ്സ് is directly proportional to velocity. അടുത്ത റേഡിയസ്, വെലോസിറ്റി, റേഡിയസ്, മാസ്. ക്ലിയർ? റേഡിയസ്. ഇത്രയും ഞാൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എഴുതിയിട്ട് ഇതിനെല്ലാം ഞാനൊരു പവേഴ്സ് കൊടുക്കും. എന്തിനാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പിന്നീട് മനസ്സിലാവും. ക്ലാസ് കേട്ട് പഠിച്ചവർക്ക് ഓക്കെ. എല്ലാത്തിനും പവേഴ്സ് കൊടുത്തു. എ ബി സി, ചിലടത്ത് നമുക്ക് വേണമെങ്കിൽ എക്സ് വൈ സെഡ് എന്നോ പി ക്യു ആർ എന്നോ ഇഷ്ടമുള്ള പവേഴ്സ് കൊടുക്കാം. ഞാൻ എ ബി സി എന്ന് കൊടുത്തു. എല്ലാം ഒരു സൈഡിൽ എഫ് ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങനെ എഴുതാം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ, ബി റേസ് ടു ബി, ആർ റേസ് ടു സി. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് കുടിക്കണം. അത് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ, ബി റേസ് ടു ബി, ആർ റേസ് ടു സി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ടേക്കിംഗ് dimensions on both sides. Dimensions on both sides. ഇച്ചിരി ചെറുതായിട്ടൊക്കെ എഴുതുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോണം കേട്ടോ. ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏത് മാർഗിനും രണ്ട് സൈഡിൽ ഡയമെൻഷൻ എഴുതുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ കേട്ടോ. ഫോഴ്സ് വലിയൊരു ഫാക്ടറാണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ വന്നിരിക്കുകയാണ് എപ്പോഴും. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml(t⁻2 ഈക്വൽ കെക്ക് ഡയമെൻഷൻ ഒന്നും ഇല്ല, എന്നാലും കെ അതുപോലെ ഇട്ടേക്കുക. കാരണം കെക്ക് 1 നമുക്ക് പിന്നീട് കൊടുക്കാം. സ്മോൾ എം, എം എന്ന് പറയുന്ന മാസ് ആണ്. എമ്മിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം റേസ് ടു എ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ L(t⁻⁻1) ദി ഹോൾ റേസ് ടു ബി. ഇത് രസമാണ് ചെയ്തു പോകാൻ. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മ ലെങ്ത് ആണ്. അന്നേരം ലെങ്തിന്റെ L റേസ് ടു സി. ഓക്കെ വാ. അടുത്ത ml(t⁻2 ഈക്വൽ k ഇൻറ്റു m റേസ് ടു a. ഇതിനെ എക്സ്പാൻഡ് ചെയ്താണ്. L(t⁻1) ദി ഹോൾ റേസ് ടു ബി എന്ന് പറഞ്ഞാൽ L റേസ് ടു ബി t റേസ് ടു മൈനസ് ബി. L റേസ് ടു ബി t റേസ് ടു മൈനസ് ബി. പിന്നെ ഇവിടെ ഒരു L റേസ് ടു സി. ഇത് നമുക്ക് കുറച്ചൊന്ന് ഷോർട്ട് ആക്കാം. ml(t⁻2 ഈക്വൽ k ഇൻറ്റു എമ്മിന്റെ ടേം ഒരെണ്ണം മാത്രമേ ഉള്ളൂ, m റേസ് ടു a. എല്ലിന്റെ ടേം രണ്ടെണ്ണം ഉണ്ട്, L റേസ് ടു ബി, L റേസ് ടു സി. എന്നിട്ട് നമുക്ക് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m പ്ലസ് n. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാം? L റേസ് ടു ബി പ്ലസ് സി. ടിയുടെ ഒരു ടൈമേ ഉള്ളൂ, t റേസ് ടു മൈനസ് ബി. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. നല്ലൊരു പൊളിയായിട്ട് എഴുതി പോകണം. ഓക്കെ, ഇനി ഇക്വേറ്റിംഗ് ദി പവേഴ്സ് ഓഫ് ഇവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓഫ് എം, എൽ ആൻഡ് ടി. എമ്മും എല്ലും ടിയുടെയും പവേഴ്സ് നമ്മൾ ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. നോക്കിയേ, ഇവിടെ എമ്മിന്റെ പവർ എന്ന് പറയുന്നത് എ ആണ് അല്ലേ? അത് ഞാൻ ഇവിടെ എഴുതാണ് എ. ഇവിടെ എമ്മിന്റെ പവർ എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞാൽ എം റേസ് ടു 1 എന്ന് പറഞ്ഞാൽ പവർ നമ്മൾ ഇക്വേറ്റ് എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു 1. ക്ലിയർ ആയോ? എമ്മിന്റെ പവർ എ ആണ്, ഇവിടെ എമ്മിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. അന്നേരം ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലിന്റെ പവർ എന്ന് പറയുന്നത് ബി പ്ലസ് സി ആണ്. ഈക്വൽ ഇവിടെ എല്ലിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അടുത്ത ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ബി ആണ്. ഇവിടെ ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ -2 ആണ്. മൈനസും നമുക്ക് വെട്ടിക്കളയാം.
അന്നേരം നമുക്ക് ബി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. എന്താണ് ഞാൻ ഇങ്ങോട്ട് എഴുതുക. അന്നേരം എക്ക് വാല്യൂ കിട്ടി 1, ബിക്ക് വാല്യൂ കിട്ടി 2, സിയുടെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 നോട്ട് കൊടുക്കാം. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1. ബി എന്ന് പറയുന്നത് 2 അല്ലേ? അന്നേരം 2 പ്ലസ് സി ഈസ് ഈക്വൽ ടു 1. ഇവിടെ തെറ്റിക്കരുത്. സി ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് പറയുന്നത് -1 ആണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂസ് ഓഫ് എ, ബി ആൻഡ് സി ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എപ്പോഴും നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഒക്കെ എടുക്കുക. F is equal to K into M raised to A യുടെ വാല്യൂ എത്ര? 1. M raised to 1 ഒന്ന് വളഞ്ഞു പോയി. ഓക്കെ, 1 V raised to B, B യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2, R raised to C, C യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1. ഓക്കെ, ആണ് പെട്ടെന്ന് കിട്ടി. F is equal to K into M raised to 1 എന്ന് പറഞ്ഞാൽ M V square R raised to -1. ഇനി നോക്കണം. F is equal to K into M V square R raised to -1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ബൈ R എന്ന് എഴുതാം. കാരണം എന്താ? R raised to 1 മൂളിൽ പോയി R raised to -1 തന്നെ. അന്നേരം M V square by R എന്ന് എഴുതാമല്ലോ. ഇനി നിങ്ങൾ നോക്കണം. K യുടെ വാല്യൂ ഒരു പറഞ്ഞിട്ടുണ്ട് 1 ആണെന്ന്. ഓൾറെഡി ഒരു പറഞ്ഞിട്ടുണ്ട് K is equal to 1. F is equal to M V square by R. കിട്ടിപ്പോയേ. ഇതാണ് ഇക്വേഷൻ. ഇത് പ്രത്യേകം പറഞ്ഞാൽ ഇത് 3 മാർക്കിന് ചോദിച്ചാൽ, 4 മാർക്കിന് ചോദിച്ചാൽ, 5 മാർക്കിന് ചോദിച്ചാൽ നല്ല ഫ്രെയിം ചെയ്ത് ഒരു അര മാർക്ക് അധ്യാപകർക്ക് കുറയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എഴുതണം. ക്ലിയർ ആയില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ. ഈ എഫ് ഇ സിയിൽ എം വി സ്ക്വയർ ബൈ ആർ വെച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പെർസെന്റേജ് എററിന്റെയും പ്രോബ്ലം ചെയ്തത്. ശ്രദ്ധിച്ചു പിടിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കിടുകാച്ചി ക്വസ്റ്റ്യൻ ആണ്. കിടു ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. 3 മാർക്കിന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം അതുപോലെ ഉണ്ട്. When the planet Jupiter is at a distance of 824.7 million kilometers from the Earth, its angular diameter is measured to be, ശ്രദ്ധിക്കേണ്ടത്, 35.72 seconds ആണ്. ഒരു വരെ ഉണ്ടെങ്കിൽ അത് മിനിറ്റ് ആണ്. Of an arc, calculate the diameter of a Jupiter. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് D തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് 824.7 മില്യൺ കിലോമീറ്റേഴ്സ്. അപ്പോഴാണ് ആദ്യം പറഞ്ഞിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എടുത്താൽ മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. മില്യൺ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁶ കിലോമീറ്റർ. കിലോമീറ്ററിനെ പിന്നെ നമുക്ക് മാറ്റാം, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെ നോക്കട്ടെ. ഇറ്റ്സ് ആംഗുലർ ഡയമീറ്റർ ഈസ് മെഷേർഡ് ടു ബി, ആംഗിൾ തന്നിട്ടുണ്ട് 35.72 സെക്കൻഡ്. നമുക്ക് ഈ സെക്കൻഡിനെ ഡിഗ്രി ആക്കണം, ഡിഗ്രിയെ റേഡിയൻ ആക്കണം, അതും പ്രശ്നക്കാരനാണ്. കാൽക്കുലേറ്റ് ദി ഡയമീറ്റർ ഓഫ് എ ജൂപ്പിറ്റർ. നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ ഡി ആണ്. അതിൽ നിന്ന് ബി ഈസ് ഈക്വൽ ടു ഡി തീറ്റ. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു ബി ബൈ ഡി, അതിൽ നിന്ന് ബി ഈസ് ഈക്വൽ ടു ഡി തീറ്റ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ വേണം. ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് 824.7 ഇൻറ്റു 10⁻⁶. കിലോമീറ്റർ മീറ്റർ ആക്കുമ്പോൾ ഒരു 10⁻⁻³ മീറ്റർ 10⁻³ കൂടായി. ശ്രദ്ധിക്കണം. ഇൻറ്റു തീറ്റ എഴുതുന്നത് നോക്കണം, സെക്കൻഡിലാണ് നടക്കുന്നത്. ആദ്യ സെക്കൻഡ് ഞാൻ ഡിഗ്രി ആക്കുകയാണ്. 35.72 ഡിഗ്രി ആക്കണമെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഡിഗ്രി ആക്കണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 60 ഇൻറ്റു 60 മാത്രം പോരാ. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. എപ്പോഴും റേഡിയൻ ആണ്. ആംഗിളിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് റേഡിയൻ ആണ്. അന്നേരം π/180 കൊണ്ട് ഗുണിക്കണം. അന്നേരം പൈക്ക് പകരം നമുക്ക് ഇവിടെ 3.14 π/180 ഇൻറ്റു 180 ഉണ്ടോ?
ഇത്രയും ചെയ്യാനുണ്ട്. ഇത് അടിപൊളി സാധനമല്ലേ? 824.7 into 10�6 million അതിനെ കിലോമീറ്റർ ആകുമ്പോൾ into 10�3 മീറ്റർ into 35.72 സെക്കൻഡ് ഡിഗ്രി ആക്കണമെങ്കിൽ 60 into 60 divided by 60 into 60 into അതിനെ എന്താക്കണം സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ടുള്ള റേഡിയൻ ആക്കണമെങ്കിൽ π/180 അതിന് 3.14 by π/180. ഇത്രയും നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അന്നേരം നമുക്ക് കിട്ടുന്ന ഉത്തരം 0.14142 വല്ലതും ആയിരിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇൻറ്റു സംതിങ് 10�9 മീറ്റർ. അത് നിങ്ങൾ ചെയ്ത് നോക്കണം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും ഈ സംതിങ് ഉത്തരവായിരിക്കും കിട്ടുന്നത് 0.142 സംതിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയേക്കുക. ഇൻറ്റു 10�9 മീറ്റർ. വേണമെങ്കിൽ നിങ്ങൾക്ക് 1.42 ആണെങ്കിൽ ഇൻറ്റു 10�6 മീറ്റർ എന്ന് കിട്ടും. അന്നേരം ഇതൊക്കെ കിടുകാച്ചി ക്വസ്റ്റ്യൻ അല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ വാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നല്ലൊരു ബുദ്ധിയുള്ള ക്വസ്റ്റ്യൻ എടുത്ത ഒരാൾ ഇട്ട ക്വസ്റ്റ്യൻ ആയിരിക്കണം. നമുക്ക് നോക്കാം. യൂസിംഗ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഇക്വേഷൻ ചെക്ക് വെദർ ദി ഇക്വേഷൻ ഇസ് കറക്റ്റ്. ഒരുപാട് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. T is equal to 2π√g/L ചെക്ക് ചെയ്യാൻ. അന്നേരം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഫ്രെയിം ചെയ്തേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അതിനകത്ത് കയറി വീഴും. അത് ഡബിൾ റോൾ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഉത്തരം നോക്കണം. അന്നേരം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് കറക്റ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. T is equal to 2π√g/L LHS. നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ സ്റ്റൈൽ. എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതി പോവുക. സ്മോൾ ടി ആയിരിക്കും. സ്മോൾ ടി is equal to 2π√g/L ആണ്. സ്മോൾ ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി. ഓക്കെ, അത് ഓക്കെ. RHS ശ്രദ്ധിച്ചോണം. RHS ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന പോലെ എഴുതണം. 2π√g/L. g/L എന്നാണ്. 2ന് ഡയമെൻഷൻ ഇല്ല, നമ്പർ ആയതുകൊണ്ട്. പൈക്ക് ഡയമെൻഷൻ ഇല്ല, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ബാക്കി √g/L. ഞാൻ ഇപ്പുറത്തോട്ട് എഴുതുകയാണ്. √g/L എന്ന് പറഞ്ഞാൽ g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ തുല്യമാണ്. അതിന്റെ ഡയമെൻഷൻ L(t⁻²2) ബൈ സ്മോൾ l ന്റെ ക്യാപിറ്റൽ എല്ലും എല്ലും ക്യാൻസൽ ആയി. അന്നേരം നമുക്ക് കിട്ടുന്നത് √g/L. അങ്ങനെ തന്നെ പോയിട്ടെ. ശ്രദ്ധിക്കുക, t⁻² എന്ന്. t² ആണെങ്കിൽ റൂട്ടിന് പുറത്ത് വരുമ്പോൾ t ആണ്. ഇത് t⁻². ഇത്രയും കൊടുത്തത്. നിങ്ങൾ നോക്കിയേ, LHS t ആണ്. RHS എന്ന് പറയുന്നത് √t⁻². അന്നേരം യഥാർത്ഥത്തിൽ എങ്ങനെ എഴുതണം? LHS not equal to RHS. So the equation is dimensionally incorrect. കറക്റ്റ് അല്ലല്ലോ. അന്നേരം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നമ്മളെ പെടുത്തി കളയുന്ന സംഭവം ഞാൻ കാണിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അന്നേരം വേറൊരു ക്വസ്റ്റ്യൻ പറയാം. T is equal to 2π√L/g. ഇതാണ് ഒറിജിനൽ. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിവിടെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ LHS സ്മോൾ ടിക്ക് ക്യാപിറ്റൽ ടി. ഓക്കെ വാ. RHS 2π√L/g ഈക്വൽ 2നും ബൈക്കും ഇല്ല നമ്മൾ പറഞ്ഞു. √L-ന് പകരം ക്യാപിറ്റൽ ബൈ ജിക്ക് പകരം L(t⁻²). റൂട്ട് കുറച്ചുകൂടി വലുതാക്കാം. L(t⁻²). എല്ലും എല്ലും ക്യാൻസൽ ആയി. √t⁻² മുകളിൽ പോയി കഴിഞ്ഞാൽ √t⁻² മുകളിൽ പോയി കഴിഞ്ഞാൽ t². t² എന്ന് പറഞ്ഞാൽ √a² എന്ന് പറഞ്ഞാൽ a ആണ്. √a² a ആണെങ്കിൽ √b² എന്ന് പറഞ്ഞാൽ t ആണ്. നിങ്ങൾ നോക്കി, LHS is equal to RHS. അന്നേരം നിങ്ങൾ എങ്ങനെ എഴുതണം? LHS is equal to RHS എന്നിട്ട് ഒരു സെന്റൻസ് കൂടെ എഴുതിയേക്കണം. സോ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇവനാണ് ഒറിജിനൽ. ഇത് വെറും g/L. നമ്മുടെ ബ്രെയിനിൽ നമ്മളങ്ങ് പതിപ്പിക്കും. ഇത് തറപ്പിച്ചു വെക്കും. √L/g ആണ്. ക്വസ്റ്റ്യനകത്ത് അവർ g/L എന്നാ തന്നാൽ പോലും നമ്മൾ ക്വസ്റ്റ്യൻ തിരുത്തി അങ്ങ് എഴുതും. ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതണം. ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഇത് ശ്രദ്ധിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് ഒറിജിനൽ ആണ്. √L/g. ഇത് ക്വസ്റ്റ്യൻ തിരുത്താനും പാടില്ല. √g/L. ഓക്കെ, ക്ലിയർ.
അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു ദി ആക്യുറസി വെൻ ദി ലീസ്റ്റ് കൗണ്ട് ഈസ് ഡിക്രീസ്ഡ്? വാട്ട് ഹാപ്പൻസ് ടു ദി ആക്യുറസി വെൻ ദി ലീസ്റ്റ് കൗണ്ട് ഈസ് ഡിക്രീസ്ഡ്? ലീസ്റ്റ് കൗണ്ട് കുറയുമ്പോൾ ആക്യുറസി കൂടും. when the least count is decreased, accuracy increases. അതിനകത്ത് ഞാനൊരു വേറെ ക്വസ്റ്റ്യൻ പറയാം, ഇതിന് ഉത്തരം എഴുതാം. when least count LC എന്ന് എഴുതാണ് is decreased, accuracy increases. Okay, ഇതിനോട് ചേർന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. Which is more accurate? ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. Which is more accurate? Okay. Vernier calipers or screw gauge? Why? അടിപൊളി ക്വസ്റ്റ്യൻ. Which is more accurate, vernier calipers or screw gauge? Why? ഈ വെർനിയർ കാലിപ്പേഴ്സ് സ്ക്രൂ ഗേജ് നിങ്ങളുടെ +2 പ്രാക്ടിക്കൽ ചെയ്യുന്ന ആദ്യത്തെ 2 പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് ആണ്. അതായത് വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്, വെർനിയർ കാലിപ്പേഴ്സിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെന്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കണം, 0.01 സെന്റിമീറ്റർ ആണ്. എന്നാൽ സ്ക്രൂ ഗേജ്, ഞാൻ ഷോർട്ട് ഫോം എഴുതുകയാണ്, സുരേഷ് ഗോപി ഒന്നും വായിക്കരുത്, SG സ്ക്രൂ ഗേജ് ആണ്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 മില്ലിമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടിയുടെ തിക്നെസ് പോലെ സ്ക്രൂ ഗേജ് വെച്ച് നമുക്ക് കാണാൻ പറ്റും. വെർനിയർ കൊണ്ട് അത് പറ്റത്തില്ല. അന്നേരം ഏറ്റവും ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.01 മില്ലിമീറ്റർ ആണ്. അന്നേരം ആക്യുറസി ലീസ്റ്റ് കൗണ്ട് നമ്മൾ കുറയും തോറും, ലീസ്റ്റ് കൗണ്ട് ഇതിന് കുറവാ, 0.01 മില്ലിമീറ്റർ, പക്ഷെ അതിന്റെ ആക്യുറസി കൂടുതലാണ്. അന്നേരം വിച്ച് ഈസ് മോർ ആക്യുറേറ്റ്, വെർനിയർ ഓർ സ്ക്രൂ ഗേജ്? സ്ക്രൂ ഗേജ് ഈസ് മോർ ആക്യുറേറ്റ് ദാൻ വെർനിയർ ബിക്കോസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്ക്രൂ ഗേജ് ഈസ് 0.01 മില്ലിമീറ്റർ and the least count of vernier is 0.01 centimeter. അന്നേരം എപ്പോഴും ആലോചിച്ചേക്കുക, ലീസ്റ്റ് കൗണ്ട് കുറഞ്ഞാൽ ആക്യുറസി കൂടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഇത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇത് എന്റെ ഡയമെൻഷന്റെ വീഡിയോ കാണുന്നവർക്ക് ഇതിന്റെ വേറൊരു രീതിയിലുള്ള പ്രോബ്ലം, സെയിം പ്രോബ്ലം തന്നെ വേറൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇക്വേഷൻ വെച്ചാൽ തുടങ്ങാണ്. P is equal to a cube b square by, യഥാർത്ഥത്തിൽ എപ്പോഴും കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാണ്. P is equal to a cube b square by root cd. റൂട്ടിനകത്താണ് സിയും ഡിയും. ഇതാണ് ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന പ്രോബ്ലം. ഇത് ഞാൻ എന്റെ വീഡിയോക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. P is equal to a cube b square by root cd. അത് ചെയ്ത് സ്ഥിരമായിട്ട് പോകുന്ന കുട്ടികൾ അത് ഇത് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞങ്ങ് പോകും, അതങ്ങ് പഠിച്ചോണ്ട് പോകും. പക്ഷെ ഇതൊരു വട്ടം ചോദിച്ചപ്പം കൺഫ്യൂസിങ് ആയി ഒരുപാട് കുട്ടികൾ. അതുകൊണ്ട് ഈ ക്വസ്റ്റിനകത്ത് പ്രത്യേകം നമ്മൾ നോക്കി, P is equal to a cube b square by root cd അല്ല, സിയും ഡിയും റൂട്ടിനകത്തല്ല, root c into d, d റൂട്ടിനകത്ത് ഇല്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഇത് തെറ്റിച്ച ഒരുപാട് കുട്ടികൾ, നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. ഞാനിതങ്ങ് എഴുതിയത്, ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇതില്ല, ഇത് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇതാണ് ഇക്വേഷൻ. P is equal to a cube b square by root c into d. The percentage errors of measurement in A, B, C and D are, A യുടെയും B യുടെയും C യുടെയും D യുടെയും പെർസെന്റേജ് എററിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 1%, 3%, 4%, 2% റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദി പെർസെന്റേജ് എറർ ഇൻ ദി ക്വാണ്ടിറ്റി P? ടോട്ടൽ പെർസെന്റേജ് കണ്ടുപിടിക്കണം. If the value of P calculated using the above relation turns out to be, കണ്ടോ, ഇത് കുറച്ചുകൂടെ ഉണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ. 3.763 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറെ വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ, ഈ ക്വസ്റ്റിനകത്ത് കുറെ വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 3.763 ആണെങ്കിൽ ടു വാട്ട് വാല്യൂ ഷുഡ് യു റൗണ്ട് ഓഫ് ദി റിസൾട്ട്? ഇത്രയും കാര്യങ്ങളുണ്ട് അതിനകത്ത്. അന്നേരം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം പെർസെന്റേജ് എറർ ഇൻ A കാണും. ഇവിടെ ഇക്വേഷൻ a ക്യൂബ് b സ്ക്വയർ, നമ്മൾ ആദ്യം a ക്യൂബ് കാണണം, പിന്നെ b സ്ക്വയർ കാണണം, പിന്നെ റൂട്ട് c കാണണം, പിന്നെ d കാണണം. അങ്ങനെ 4 സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട് നമുക്ക് അതെല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം ടോട്ടൽ പെർസെന്റേജ് കാണാം. ഓക്കെ, വാ. അന്നേരം
പെർസെന്റേജ് എറർ ഇൻ എ ക്യൂബ്. നിങ്ങൾ ഞാൻ ഇട്ടേക്കുന്ന പോലെ പെർസെന്റേജ് ഉണ്ടാ, നിങ്ങൾ പെർസെന്റേജ് തന്നെ എഴുതിക്കും. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി എഴുതുന്നേ ഉള്ളൂ. പെർസെന്റേജ് എറർ ഇൻ എ ക്യൂബ്. എ ക്യൂബ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതണ്ടേ, 3 ഇൻറ്റു പെർസെന്റേജ് ആവുമ്പോൾ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഈക്വൽ 3 ഇൻറ്റു എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1%. 3 ഇൻറ്റു 1% എന്ന് പറഞ്ഞാൽ 3%. ക്ലിയർ? അടുത്ത നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എ ക്യൂബ് കണ്ടുപിടിച്ച് അടുത്ത് ബി സ്ക്വയർ എങ്ങനെയാ, പെർസെന്റേജ് എറർ ഇൻ ബി സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ ആവുമ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ കൊടുത്തേക്കുന്നത് 3 ആണ്. അന്നേരം 2 ഇൻറ്റു 3% എന്ന് പറഞ്ഞാൽ 6%. ക്ലിയർ? അടുത്ത പെർസെന്റേജ് എറർ ഇൻ റൂട്ട് സി. റൂട്ട് സി നമുക്ക് സി റേസ് ടു ഹാഫ് ആയിട്ട് എഴുതാമല്ലോ അല്ലേ? അന്നേരം ഈക്വൽ സി റേസ് ടു ഹാഫ് ആകുമ്പോൾ ഇതുപോലെ തന്നെ ഹാഫ് ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു സിയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 2 ആണ്. അന്നേരം സിയുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? അന്നേരം ഹാഫ് ഇൻറ്റു 4%. ഒരു 2ഉം 4ഉം വെട്ടിപ്പോയി 2%. അന്നേരം അവിടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റൂട്ട് ഡി ആയിരുന്നെങ്കിൽ റൂട്ട് ഓഫ് സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് സി ഇൻറ്റു റൂട്ട് ഡി ആണ്. അന്നേരം അതും റൂട്ടിനകത്ത് എഴുതിയതിനെ അങ്ങനെ ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ നമ്മൾ പെർസെന്റേജ് എറർ ഇൻ റൂട്ട് സി ഓർ സി റേസ് ടു ഹാഫ് എന്ന് എഴുതും. ഡി ആവുമ്പോൾ റൂട്ട് ഡി ആണെങ്കിൽ പെർസെന്റേജ് എറർ ഇൻ റൂട്ട് ഡി ഓർ ഡി റേസ് ടു ഹാഫ് എന്ന് എഴുതി ചെയ്യും. പക്ഷേ ഇവിടെ അവർ ബുദ്ധിപരമായിട്ടും വളരെ ബുദ്ധിപരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് സി തന്നു, റൂട്ടിനകത്ത് ഇല്ല ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡി റേസ് ടു 1 എന്നായിട്ട് അർത്ഥം അല്ലേ? അത് നിങ്ങൾ നോക്കി, പെർസെന്റേജ് എറർ ഇൻ ഡി ഓർ ഡി റേസ് ടു 1. മറ്റേതുപോലെ തന്നെ 1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100ന്റെ വാല്യൂ, ഡിയുടെ വാല്യൂ 2%. അതായത് 1 ഇൻറ്റു 2% എന്ന് പറഞ്ഞാൽ 2%. ഇതേ മെത്തേഡ് ചെയ്തു പോകണം. ഇതേ മെത്തേഡിലാണ് NCERT അത് ഫോളോ ചെയ്തേക്കുന്നത്. എന്നിട്ട് ടോട്ടൽ പെർസെന്റേജ് എറർ ഇൻ പി നോക്കി, എല്ലാ പെർസെന്റേജും നമുക്ക് കൂട്ടാം. 3 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 2, 3 പ്ലസ് 6 9, 9 പ്ലസ് 2 11, 11 പ്ലസ് 2 13%. അന്നേരം ഒരു ഭാഗം ക്ലിയർ ആയി. P is equal to 13%. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ പെർസെന്റേജ് കണ്ടാകും. നിങ്ങൾ ചെയ്ത് നോക്കണത് കേട്ടോ. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. If the value of P calculated using the above relation turns out to be 3.763. ഇതിനകത്ത് കുറെ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 3.763 ആണ്. നിങ്ങൾ എങ്ങനെ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യും? ഞാൻ ആ ചാപ്റ്ററിനകത്ത് ഡയമെൻഷൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ റൗണ്ട് ഓഫ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ നോക്കിയേ, പിയുടെ ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുന്നത് 13 ആണ്. 13. അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 13 എന്ന് പറഞ്ഞാൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമ്മുടെ ഈ ആൻസറിലും 3.763ലും 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. നിങ്ങൾ നോക്കിയേ, 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെങ്കിൽ 3.7 എഴുതണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഈ 7ന്റെ അപ്പുറത്ത് കിടക്കുന്ന 6 ആണ്. 5ഓ 5 കൂടുതലോ ഉണ്ടെങ്കിൽ 5 കൂടുതലുള്ള 6, ഇപ്പുറത്ത് കിടക്കുന്ന ഡിജിറ്റുമായിട്ട് നമ്മൾ 1 ആഡ് ചെയ്യണം. 5ഓ 5 കൂടുതലോ ഉണ്ടെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഡിജിറ്റുമായിട്ട് നമ്മൾ 1 ആഡ് ചെയ്യണം. അന്നേരം നിങ്ങൾ നോക്കി 3.7 വരാൻ പാടുള്ളൂ, 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരാൻ പാടുള്ളൂ. പക്ഷെ ഇപ്പുറത്ത് കിടക്കുന്ന 6 ആയതുകൊണ്ട് ഇവിടെ ഈ 7ന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യും. അന്നേരം നമുക്ക് ഉത്തരം കിട്ടുന്ന 3.8. അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം P is equal to 145%. 145%. അന്നേരം എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അന്നേരം P is equal to, അത് എങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്? ഇതേ വാല്യൂ തന്നെ 3.763. അന്നേരം 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അന്നേരം നമുക്ക് 1 2 3 ആകാവുള്ളൂ. ഇവിടെ എഴുതും, കാരണം അറിയോ, ഇത് 5നെക്കാട്ടി കുറവാണ്. അന്നേരം നമുക്ക് അതങ്ങനെ നെഗ്ലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പുറത്തെ ഇതിനുള്ളത് 0 ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ റൂളുണ്ട്. ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അന്നേരം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നു. ഈ വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്തതാണ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ വീഡിയോ ആയിരുന്നു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത നല്ല രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ്, വളരെ ഫേമസ് റിലേഷൻ ആണ്. ഏതാ നിങ്ങൾ കണ്ടുപിടിക്കണം. റിലേറ്റ്സ് മൂവിംഗ് മാസ് m to rest mass m0 in terms of its speed v and speed of light c. A boy recalls the relation almost correctly but forgets where to put the constant c. He writes as m is equal to m0 by root of 1 minus v square. Guess where to put c. ഒന്നും മനസ്സിലായി കാണുന്നില്ല. ഇത്രയേ ഉള്ളൂ. വളരെ ഫേമസ് ആയിട്ട് റിലേഷൻ ആണ് ഫിസിക്സിന്റെ. അതിനകത്ത് എം തന്നിട്ടുണ്ട്, m0 തന്നിട്ടുണ്ട്. എമ്മും m0 എന്നൊക്കെ പറഞ്ഞാൽ അത് മാസ് തന്നെയാണ്. എം എന്ന് പറഞ്ഞാൽ മാസ്, റെസ്റ്റ് മാസ് അല്ലെങ്കിൽ ഇനിഷ്യൽ മാസ് ആണ് m0. നല്ല 2 മാസ് ആണ്. പിന്നെ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആണ് v, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് c എന്ന് പറഞ്ഞാൽ 2 വെലോസിറ്റിയുമാണ്. ഈ റിലേഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഒരു പയ്യൻ ഇതൊക്കെ പഠിച്ചു. നമ്മുടെ ഒക്കെ കൂട്ട് തന്നെ, നിങ്ങളുടെ ഒക്കെ കൂട്ട് തന്നെ പഠിച്ചപ്പം എവിടെയോ നമ്മൾ ഡെറിവേഷൻ എഴുതുമ്പോൾ എവിടെയോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ പോലെ ഈ പയ്യന് ഒരു മിസ്റ്റേക്ക് പറ്റി. റീകോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മറന്നുപോയി. റിലേഷൻ ഓൾമോസ്റ്റ് കറക്റ്റ് പിടിച്ചെടുക്കാനൊക്കെ നോക്കി, പക്ഷെ ഏകദേശം കറക്റ്റ് ആക്കി. പക്ഷേ ഈ സി എവിടാന്ന് എഴുതേണ്ടതെന്ന്, ഇക്വേഷൻ സി എഴുതേണ്ടത് എവിടാന്ന് കൃത്യമായിട്ട് അങ്ങ് മറന്നുപോയി. അന്നേരം ഹി റൈറ്റ്സ് ആസ് m is equal to m0 by root of 1 minus v square. Guess where to put c. നല്ല ക്വസ്റ്റ്യൻ. എവിടെയാണ് നമ്മൾ സി കൊടുക്കേണ്ടത്? ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ സയന്റിസ്റ്റിന്റെ റിലേറ്റിവിസ്റ്റിക് തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ വലിയ സംഭവമായിട്ടുള്ള സംഭവമാണ്. വലിയ സംഭവമാണ്. എവിടെയാണ് സി കൊടുക്കേണ്ടത്? എന്നിട്ട് നമ്മൾ ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഒക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. LHS is equal to RHS. LHS is equal to RHS. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുകയും ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുകയാണ്. m is equal to m0 by 0 താഴെ കിടക്കട്ടെ by root of 1 minus v square. സി എവിടെ കൊടുക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. അതെങ്ങനെ ചെയ്യേണ്ടത് കൃത്യം ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ. LHS എന്ന് പറയുന്നത് സ്മോൾ എമ്മിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം അല്ലേ. RHS എന്ന് പറയുന്നത് m0 എന്ന് പറയുന്നത് മാസ് തന്നെയാണ്, അതും ഡയമെൻഷൻ m തന്നെ, m0 അത് മാസം. അന്നേരം ഇവിടെ യഥാർത്ഥത്തിൽ LHS is equal to RHS ആയി അങ്ങനെ കിട്ടണം ഇക്വേഷൻ. പക്ഷേ ഇത് രണ്ടുമായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഈ റിലേഷനിൽ എവിടെ സി കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ ഈ ടേം അങ്ങ് പോയാൽ, ഈ താഴെ കിടക്കുന്ന ടേം അങ്ങ് പൂർണ്ണമായിട്ട് പോയാൽ നമുക്ക് LHS is equal to RHS വരികയും ചെയ്യും. പക്ഷേ സി കൊടുക്കുകയും വേണം ഇക്വേഷൻ. സി കൊടുത്തിട്ടേ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. m is equal to m0 by root of 1 minus v square by c എന്ന് കൊടുക്കാൻ പറ്റത്തില്ല, c square എന്ന് കൊടുക്കാം. അതിനുള്ള കാരണം അറിയാവോ? ഇങ്ങോട്ട് നോക്കൂ. റൂട്ട് ഓഫ് 1 മൈനസ് v എന്ന് പറഞ്ഞാൽ c എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി ആകുമ്പോൾ l t raised to minus 1 the whole square by l t raised to minus 1 the whole square. ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. മൊത്തത്തിൽ ഈ ടേം മൊത്തത്തിൽ അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ m is equal to m0 വരത്തുള്ളൂ. നല്ല സുഖമായിട്ട് LHS is equal to എന്താണ് RHS. അന്നേരം നിങ്ങൾ കറക്റ്റ് റിലേഷൻ കൂടി അങ്ങ് എഴുതണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷനുമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് മറക്കാൻ പാടില്ല. അന്നേരം m is equal to m0 by മെയിൻ ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് 1 മൈനസ് v സ്ക്വയർ ബൈ c സ്ക്വയർ. c എന്നല്ല c സ്ക്വയർ ആണ്. അത് കറക്റ്റ് ആയിട്ട് ക്യാൻസൽ ആയി. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ദി പെർസെന്റേജ് ഇൻ കാൽക്കുലേറ്റിംഗ് ദി റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഈസ് 2%. വാട്ട് വിൽ ബി ദി പെർസെന്റേജ് ഇൻ കാൽക്കുലേറ്റിംഗ് ദി വോളിയം? അതായത് നിങ്ങൾ ഉറപ്പായിട്ട് സ്ഫിയറിന്റെ വോളിയം ഏരിയ അറിഞ്ഞിരിക്കണം. വോളിയം ഓഫ് ദി സ്ഫിയർ ഈസ് 4/3 pi r3. മറക്കരുത് കേട്ടോ. തമിഴൊക്കെ ഞാൻ ചുമ്മാ പറയുന്ന കേട്ടോ. ഏരിയ ഓഫ് ദി സ്ഫിയർ എന്ന് പറയുന്നത് 4 pi r². ഇത് മിനിമം ഇത് ഇത്ര അറിഞ്ഞിരിക്കണം ഉറപ്പായിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ വാട്ട് വിൽ ബി ദി പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇൻ ഇറ്റ്സ് വോളിയം. നമുക്ക് വോളിയം എന്നുള്ള ഇക്വേഷൻ ഉണ്ട് 4/3 pi r³
അല്ലേ? അന്നേരം നമുക്ക് ഇങ്ങനെ വോളിയം എന്ന് പറയുന്നത് v ഈസിക്കൽ ഇങ്ങനെ എഴുതാം, v ഈസിക്കൽ ടു 4/3 പൈ r ക്യൂബ്. ഇതിനൊന്ന് പെർസെന്റേജ് ആക്കിയാലോ, ഡെൽറ്റ v/v ഇൻറ്റു 100 ഈസിക്കൽ ടു, ഇനിയാണ് കളികളിലിരിക്കുന്നത്, 4/3 കോൺസ്റ്റന്റ്, പൈ കോൺസ്റ്റന്റ്, r ക്യൂബിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 3 ഇൻറ്റു ഡെൽറ്റ r/r ഇൻറ്റു 100 അല്ലേ? അന്നേരം ഡെൽറ്റ v/v ഇൻറ്റു 100 ഈസിക്കൽ ടു, അതുകൊണ്ട് ഉത്തരം കിട്ടി 3 ഇൻറ്റു റേഡിയസ് ഓഫ് ദി സ്ഫിയർ 2% തന്നിട്ടുണ്ട്. അന്നേരം ഡെൽറ്റ r/r ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ദി സ്ഫിയർ. അത് പെർസെന്റേജ് ഇല്ലാതെ നിൽക്കുന്നത് 2%, അതിന് പകരം 2% എന്ന് കൊടുത്താൽ മതി. അന്നേരം ഉത്തരം കിട്ടി ഡെൽറ്റ v/v ഇൻറ്റു 100 ഈസിക്കൽ ടു 6%. ഈസി. ഇത് ഏരിയ വെച്ചും ചോദിക്കും. അന്നേരം 4πr² ആണ്, അവിടെ 4ഉം പൈയും കോൺസ്റ്റന്റ് ആണ്. r² നിങ്ങൾ എങ്ങനെ എഴുതണം, 2 ഇൻറ്റു ഡെൽറ്റ r/r ഇൻറ്റു 100, റേഡിയസ് തന്നിരിക്കും. അന്നേരം ക്വസ്റ്റ്യൻ അത്. ഓക്കെ, വാ ഒരു ക്വസ്റ്റ്യൻ കൂടെ കംപ്ലീറ്റ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അന്നേരം ദി ഫൈനൽ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് x is equal to a plus bt plus at square, എന്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോണം. If x is equal to a plus bt plus at square where x is in meters, x മീറ്റർ ആണെന്ന് പറഞ്ഞാൽ മീറ്റർ എന്ന് പറയുന്നത് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ്, ലെങ്ത് ആണ്. അന്നേരം x എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ആൻഡ് t in seconds എന്ന് പറഞ്ഞാൽ t എന്ന് പറയുന്നത് ടൈം ആണ്. അത് ഓക്കെ ആണോ? ഫൈൻഡ് ദി യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് b ആൻഡ് c. ബിയുടെയും സിയുടെയും യൂണിറ്റും ഡയമെൻഷൻ എഴുതണം. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഡയമെൻഷൻ അനുസരിച്ച് LHS ഈക്വൽ ടു RHS എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് തുല്യമായിരിക്കണം, എക്സിന് തുല്യമായിരിക്കണം a. സിമ്പിൾ. എക്സിന് തുല്യമായിരിക്കണം BT, എക്സിന് തുല്യമായിരിക്കണം CT². നമുക്ക് വേണ്ടത് മാത്രം നോക്കിയാൽ മതി. ബിയും സിയും നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ അതാണ് ഇങ്ങനെ എഴുതാമല്ലോ, എക്സിന് തുല്യമായിരിക്കണം a, എക്സിന് തുല്യമായിരിക്കണം BT, അന്നേരം x is equal to BT. ഓക്കെ, അതിന് നമുക്ക് b കണ്ടുപിടിക്കാം. b is equal to x/t. ഓക്കെ, b is equal to x എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലെങ്ത് ആണ്, ലെങ്തിന്റെ ഡയമെൻഷൻ l, ബൈ t എന്ന് പറയുന്നത് ടൈം ആണ്, അന്നേരം l/t. അന്നേരം b is equal എന്ന് രസമുണ്ട് ചെയ്യാൻ, l/t എന്ന് പറഞ്ഞാൽ t⁻1 മുകളിൽ പോകുമ്പോൾ t⁻⁻1, ആവേശം കാണിച്ചു, t⁻⁻1. ഓക്കെ, അന്നേരം ബിയുടെ വാല്യൂ കിട്ടിയല്ലോ. അന്നേരം ഡയമെൻഷൻ ആയി. അന്നേരം അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എന്തുവാ? അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ആണ് l⁻⁻1? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് കുഴപ്പമില്ല. ചിലപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചോദിച്ചാലോ പരീക്ഷയ്ക്ക്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് സ്പീഡ് ഓർ വെലോസിറ്റി. സ്പീഡ് ഓർ വെലോസിറ്റി, കാരണം ഈ സ്പീഡിന്റെയും വെലോസിറ്റിയും പേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം അറിയോ, രണ്ടിന്റെയും ഡയമെൻഷൻ സെയിം ആണ്. സ്പീഡിന്റെയും വെലോസിറ്റിയുടെ യൂണിറ്റ് എന്തുവാണ്? യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വാ അടുത്തത് സിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞു തരും. സിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് BTക്ക് തുല്യമാണെങ്കിൽ x CT² തുല്യമാണല്ലോ, x is equal to CT². അതിൽ നിന്ന് c is equal to x/t². c is equal to x ന് വരെ l/t². അപ്പുറത്തോട്ട് എഴുതുകയാണ് c is equal to t² മൂടി പോകുമ്പോഴത്തേന് l⁻². l⁻². നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളത് പോലെ വേറെ ഒന്നുമല്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ഉണ്ടോ? എല്ലാം ജീവിക്കുകയാണ് ആക്സിലറേഷൻ. യൂണിറ്റ് ഈസ് ആക്സിലറേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2 ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു -2. ഇതിനെ എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഓർ മീറ്റർ സെക്കൻഡ് റേസ് ടു -1. എങ്കിലും ഓർമ്മ എഴുതിയാൽ മതി. ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആണ്. അന്നേരം നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ഈ രണ്ട് പ്രീവിയസ് ഇയർ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ധൈര്യവും ഗിരീഷാണ് പറയുന്നത്. അന്നേരം നിങ്ങൾ ഫുള്ള് ചാപ്റ്റർ പഠിച്ചിട്ട് അതിനകത്ത് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം ഇതുകൂടെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോയോണ്ടല്ലോ പക്ക. അന്നേരം മാക്സിമം കുട്ടികൾക്ക്, ഞാനൊക്കെ രാവും പകലും ഇല്ലാതെ ഹാർഡ് വർക്ക് ചെയ്യാണ്, നിങ്ങൾ മാക്സിമം കുട്ടികൾക്ക് ഷെയർ ചെയ്യുക.
എല്ലാവരും പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക, അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കട്ടെ. നമുക്ക് അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2, 3, 4 ദിവസമൊക്കെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിച്ചു തരാം. അന്നേരം അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവരും നല്ല മാർക്ക് കിട്ടട്ടെ. അന്നേരം അടുത്ത ദിവസം അടുത്തൊരു ചാപ്റ്ററിന്റെ അടിപൊളിയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. എല്ലാം കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നല്ലേ. സിമ്പിൾ ആയിട്ട് ആൻസർ കീ പറഞ്ഞ പോലെ എനിക്ക് പറ്റും, അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല. നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ടാഗ് ലൈൻ മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്സ്. ഓക്കെ, ബൈ ബൈ, സീ യു.